പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. നൽകിത്തരുന്ന എല്ലാ നല്ല കൂട്ടായ്മകൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 56-57 വാക്യശകലങ്ങളാണ്. ആൾക്കൂട്ട വിചാരണ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് സംസാരിച്ചത്. ക്രിസ്തുവിൽ അപ്പോസ്തലനായ, ക്രിസ്തുവിന്റെ സുവിശേഷകനായ, ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു മിഷണറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് സ്തെഫാനോസ്. ആ സ്തെഫാനോസിനെ അവർ നഗരത്തിൽ തള്ളിയിട്ടു. അവരെല്ലാവരും പാഞ്ഞെടുത്തു. അവരെല്ലാവരും സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. എന്റെ പിതാവേ എന്നുറക്കതെ വിളിച്ചപ്പോൾ സ്വർഗം തനിക്കായി തുറക്കപ്പെട്ടു. എന്റെ ആത്മാവിനെ നിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. സ്തെഫാനോസ് വളരെ നല്ല ഒരു സുവിശേഷകനായിരുന്നു. ദർശനമുള്ള, കാഴ്ചപ്പാടുള്ള, പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിൽ നിന്നും സുവിശേഷകന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായി പഠിക്കാനുണ്ട്. തൻ്റെതായ ജീവിതം, തൻ്റെ ശുശ്രൂഷകൾ, തൻ്റെ ശൈലികൾ, പ്രാർത്ഥനകൾ, ജീവിതങ്ങൾ, ഇതൊക്കെയും ഒരു സുവിശേഷകന് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവിടെ ആൾക്കൂട്ട വിചാരണ നടത്തി ഒരു തെറ്റും ചെയ്യാത്ത ആളെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇന്ന് കേരളത്തിൽ നമ്മൾ നോക്കിയാൽ എത്രയോ ആൾക്കൂട്ട മരണങ്ങൾ നടന്നിട്ടുണ്ട്. എത്രയോ ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഒരാൾക്കൂട്ട വിചാരണയായിരുന്നു വയനാട്ടിലുണ്ടായിരുന്ന മധു എന്ന ചെറുപ്പക്കാരൻ. വനവാസിയായി ജീവിക്കുന്ന ആദിവാസി മേഖലയിൽപ്പെട്ട ഒരു നല്ല ചെറുപ്പക്കാരൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് ഒരു കടയുടെ വാതിക്കൽ വന്ന് എന്തോ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ജനം എല്ലാവരും ഒരുമിച്ച് പിടിച്ചു കെട്ടി തന്നെ ഉപദ്രവിച്ച് താൻ കൊല്ലപ്പെട്ടു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്നു. നിരപരാധികളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. ഓരോ വ്യക്തികളും വിചാരണ കോടതിയായി മാറ്റുകയാണ്, വീടുകൾ മാറ്റുകയാണ്, ഓഫീസ് റൂമുകൾ മാറ്റുകയാണ്, പ്രവർത്തന മേഖലകൾ മാറ്റുകയാണ്. ഒരു വ്യക്തിയെ ഒറ്റയ്ക്ക് വേട്ടയാടുന്ന കുറെ ആളുകളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. അപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ ഭക്തന്മാരെ അവൻ ഒരിക്കലും കൈവിടുകയില്ല. അവൻ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 14:3 വായിക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്ന വാക്കുകൾ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. വെളിപ്പാട് പുസ്തകം 14:4 വായിക്കുമ്പോൾ കൂടെ നടക്കുന്ന ദൈവമാണ്. നിന്റെ കാലടികൾ ഇടറുമ്പോൾ, നിന്റെ മനസ്സൊന്ന് പതറുമ്പോൾ, കണ്ണൊന്ന് നിറയുമ്പോൾ നിന്നോട് കൂടെ നടക്കുവാൻ അവൻ നിന്റെ അരികിലേക്ക് കടന്നു വരും. 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ ഞാൻ യഹോവേ നീ എന്റെ ഇടയനാകുന്നു എന്ന് പറയുകയാണ്. ഇടയനായി കടന്നു വന്ന് ഒരാടിനെ പോലെ നമ്മെ പരിപാലിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ആ സ്നേഹസ്നിധിയായ ദൈവിക സാന്നിധ്യം നമുക്കത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 21:3 വായിക്കുമ്പോൾ അവൻ നമ്മോട് കൂടെ വസിക്കും എന്നാണ് പറയുന്നത്. വസിക്കുന്ന ഒരു കാലം. വേദപുസ്തകത്തിൽ എത്രയോ ആളുകളെ വിചാരണകൾ ചെയ്തതായിട്ട് നമുക്കറിയാം. അതിലൊരു ഭാഗം കൂടെ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്നാഗ്രഹിക്കുകയാണ്.
നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഈ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അതിലെല്ലാം പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിചാരണയെ കുറിച്ച് നമുക്കറിയാം. ഒന്നല്ല, ഒന്നിലധികം വിചാരണകളുണ്ട്. ഒരു വിചാരണ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും ഒരു മണൽപ്പുറത്ത് ഇരിക്കുന്ന സമയം അവർ പലവിധമായ കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയും ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്നും ഒരു വലിയ കൂട്ടത്തിന്റെ ആരവ ശബ്ദങ്ങൾ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. അതെന്തെന്നറിയുവാൻ വേണ്ടി തലയുയർത്തി നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ ഓടിച്ചു കൊണ്ടുവരികയാണ്, കല്ലെറിഞ്ഞു കൊണ്ടുവരികയാണ്. വസ്ത്രങ്ങൾ കീറി മുറിച്ച് ശരീരത്തോടെ രക്തമൊഴുകി അവൾ വീണും എഴുന്നേറ്റും അവൾ വളരെ ദയനീയമായിരിക്കുന്ന അവസ്ഥകളിൽ കണ്ണുനീരും വേദനകളും ഏങ്ങലടികളും ശബ്ദമുഖരിതലുമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ വേദനകളെ തിരിച്ചറിയുവാൻ കൂടെ നിൽക്കുന്നവർക്ക് കഴിഞ്ഞില്ല. ഒരു സമൂഹം, ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ഒരു സമൂഹം, ന്യായപ്രമാണം അനുശാസിക്കുന്ന ശിക്ഷ നടപ്പാക്കാൻ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ നേതാവായിരിക്കുന്നവർ പറഞ്ഞു, യേശു ഈ നാളുകളിൽ ന്യായപ്രമാണത്തിനെതിരും ആധ്യാത്മികമായും ആത്മീയമായും ഗുരുവചനങ്ങളെ സംസാരിച്ചും കടന്നു പോകുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് യേശുവിനോട് അഭിപ്രായം ചോദിക്കാം, നിന്റെ അഭിപ്രായം എന്താണെന്ന്. അങ്ങനെ യേശുവിന്റെ അടുക്കൽ ഈ സ്ത്രീയെ കൊണ്ടുവന്നു. യേശു അവിടെ ഇരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. യേശു നിലത്തെഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാ വായിക്കുന്നത്. ചോദിച്ചു, ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടതായ സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്, നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ യേശു തല ഉയർത്തിയിട്ട് അവരോട് ചോദിച്ചു, ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, ഈ നിരപരാധിയെ കല്ലെറിയട്ടെ, നിങ്ങൾ സംബോധന ചെയ്തിരിക്കുന്ന ഈ പെൺകുട്ടിയെ കല്ലെറിയട്ടെ. സാഹചര്യങ്ങൾ കൊണ്ടും അവളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന തെറ്റായിരിക്കും, അവളുടെ ജീവിതത്തിൽ വന്നുപോയ വിനയാണ്, വന്നുപോയിരിക്കുന്ന സാഹചര്യമാണ്. അത്രമാത്രം വേദനിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കും അമ്മയും പെങ്ങന്മാരുമില്ലേ, സഹോദരങ്ങളില്ലേ? അതിനകത്തെല്ലാം സംയോജിതമായിട്ട് ഒറ്റ വാക്ക്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. വിചാരണയ്ക്ക് കൊണ്ടുവന്നതായിരിക്കുന്ന ജനം ഒരു നിമിഷം കൊണ്ട് അവിടെ നിന്നും അപ്രത്യക്ഷമായി. കല്ലുകളെല്ലാം അവിടെ ഇട്ടിട്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. യേശു തലയുയർത്തി അവളോട് പറഞ്ഞു, അവരാരും നിന്നെ കുറ്റം വിധിച്ചില്ല, ഞാനും വിധിക്കുന്നില്ല. ഒരു കാര്യം ചെയ്യൂ, ഇനി നീ പാപം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞവളെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. പിന്നെ ആ സ്ത്രീയെ പല ഭാഗങ്ങളായിട്ട്, പല ഇടങ്ങളിലായിട്ട് യേശുവിന്റെ കാൽക്കലിരിക്കുന്നൊക്കെ നമുക്ക് കാണാം. അവളുടെ ജീവിതത്തിൽ കല്ലെറിയാൻ വന്ന, വിചാരണയ്ക്ക് കൊണ്ടുവന്ന ഒരു കൂട്ടം ജനങ്ങളുടെ നടുവിൽ സഹായമായി നിൽക്കുമ്പോൾ രക്ഷകനായിട്ട് ഒരുവൻ അവിടെ വന്നു. അവളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, വീണ്ടെടുക്കുവാൻ, രക്ഷ നൽകുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വാഭാവികമായി തെറ്റും കുറ്റവും മനുഷ്യന്റെ ജീവിതത്തിൽ വരാം. വിചാരണ ചെയ്യാൻ കുറെ ആളുകളുണ്ടാകും. അവരാരും നീതിമാന്മാരല്ല, തെറ്റില്ലാത്തവരല്ല, ചെയ്യാത്തവരല്ല എന്നോർക്കണം. എങ്കിലും നമ്മുടേതായിരിക്കുന്ന തെറ്റുകളെ മാത്രം കണ്ടുകൊണ്ട് ഏത് വിധേനയും ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന അവരുടെ നടുവിൽ ഒരിക്കലായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാലം വരും. കാലുറച്ചു നിൽക്കുന്ന ഒരു ദിവസം വരും. തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദിവസം വരും. ഒത്തിന്റെ തല ഉയരുന്നത് പോലെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന, സംസാരിക്കുവാൻ കഴിയുന്ന, കണ്ണുകളിൽ കണ്ണുനീരാണെങ്കിൽ അന്ന് നിന്റെ കണ്ണ് തിളങ്ങുന്ന ഒരു കാലമുണ്ടാകും. അന്ന് നിന്റെ മുഖം കുനിഞ്ഞിരിക്കുന്നു എങ്കിൽ നിന്റെ മുഖം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാലമുണ്ടാകും. അന്ന് നിന്റെ നാവ് തളർന്നു പോയിരിക്കുന്നെങ്കിൽ നിന്റെ നാവ് എടുത്ത് സംസാരിക്കുന്ന ഒരു കാലം വരും. അതിനായിട്ട് നീ ഒരുങ്ങണം, ബലപ്പെടണം, നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ എത്രയോ ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട്. വീടുകളിൽ വിചാരണയ്ക്ക് പെട്ടവരില്ലേ?
എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ലേ? ഉപദ്രവിച്ചിട്ടില്ലേ? നിരാശയോടെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? അപമാനവും ഏറ്റ അവസ്ഥകളില്ലേ? ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച അവസരങ്ങൾ വീടുകളിൽ, സാമൂഹ്യമായ പശ്ചാത്തലങ്ങളിൽ, ആരാധനകളിൽ, ജോലിസ്ഥലങ്ങളിലൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ നടുവിൽ നിന്നെ വീണ്ടെടുക്കുന്ന കൈവെള്ളയിൽ നിർത്തിയ ഒരു രക്ഷകനുണ്ട്, മറക്കരുത്. ഇവിടെ വായിച്ചത് അവൻ കൂടെയിരിക്കും, അവൻ കൂടെ നിൽക്കും. അതുകൊണ്ട് യെശയ്യാവിന്റെ പുസ്തകം 40:31 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, പ്രത്യാശയുടെ ഒരു ചിറകതിന്റെ ഉള്ളിൽ വിരിക്കട്ടെ. പറന്നുയരുവാൻ സമയമായി. ആ പ്രത്യാശയുടെ ചിറക് ധരിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ പ്രിയനെ നോക്കി നമുക്ക് യാത്ര ചെയ്യാം, ബലപ്പെടാം, ശക്തീകരിക്കാം. കരുണയുള്ള ദൈവമേ, സുക്രിസ്തു പിതാവേ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കും, രോഗികളായി കഴിയുന്നവരെ ഓർക്കും. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവരുണ്ട്. കുടുംബമായി താമസിക്കുന്നു, പഠനവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർ വിവിധങ്ങളിലുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്, തളർന്നിരിക്കുന്നവരുണ്ട്, നടക്കാൻ കഴിയാത്തവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, തളർന്നും ക്ഷീണിച്ചു കിടക്കുന്നവർ. അവർക്ക് ദൈവാശ്വാസവും സമാധാനവും നൽകണം, മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.